ആദ്യം അരുൺ ആലത്തൂരിലേക്ക്. അരുൺ, ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ, ഗ്രാമമാകെ അവിടുത്തെ വസ്തുവകകൾ ഒക്കെയും വഖഫിൻ്റേതായത് എങ്ങനെയാണെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്? കൃഷ്ണരാജ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇവിടെ ഉള്ള നാട്ടുകാർ ഒരു ഞെട്ടലോടുകൂടെ അറിയുന്നത് ഈ നാട്ടിലെ 3 പഞ്ചായത്തുകൾ, അവിടെ സ്ഥിതി ചെയ്യുന്ന 20ഓളം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ തന്നെ 5 ക്ഷേത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. ഒരു ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം ഉൾപ്പെടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ വഖഫ് ബോർഡിൻ്റെതാണ് എന്നുള്ളൊരു വിവരമാണ് ഇവർക്ക് ലഭിച്ചത്. 2022 ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. 22 ഇവിടുത്തെ രാജഗോപാലൻ എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭൂമി വിൽക്കുന്നതിന് വേണ്ടി, മകളുടെ വിവാഹാവശ്യാർത്ഥം ഒരു കൃഷിനിലമാണ്, അത് വിൽക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ രജിസ്ട്രാർ ഓഫീസിൽ പോയപ്പോൾ അവിടെ നിന്നാണ് ആദ്യം പറയുന്നത് ഇത് നിങ്ങളുടെ ഭൂമിയല്ല, ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിന് അറിയിപ്പ് ലഭിക്കുന്നത്. തുടർന്ന് അദ്ദേഹം നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഈ അദ്ദേഹത്തിന്റെ ഭൂമി മാത്രമല്ല ഇവിടുത്തെ 3 പഞ്ചായത്തുകൾ, അതായത് തിരുച്ചെന്തുരൈ, അന്തനല്ലൂർ, മേക്കുടി എന്നിങ്ങനെ 3 പഞ്ചായത്തുകളിലായിട്ടുള്ള ഭൂമി മുഴുവൻ വഖഫ് ബോർഡിൻ്റെതാണെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ഈ നേരത്തെ ഞാൻ പറഞ്ഞ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രമാണെങ്കിലും അതുപോലെ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രം, അതുപോലെ തന്നെ മറ്റൊരു ക്ഷേത്രം കൂടെ, ഇങ്ങനെ വടതീർത്ഥനാഥ ക്ഷേത്രം, അങ്ങനെ ഈ 3 ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട ഈ 20ഓളം ക്ഷേത്രങ്ങൾ ഈ വഖഫ് ബോർഡിൻ്റെതാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അതിൽ തന്നെ ഈ 3 ക്ഷേത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് എന്നുള്ളതാണ്. ഈ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം വലിയൊരു ഞെട്ടലോടുകൂടെയാണ് ഇവിടുത്തെ ജനത കാണുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ചരിത്രം ഇവർ പരിശോധിക്കുമ്പോൾ 1300ഉം 2000ഉം വർഷം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രങ്ങൾ എന്നുള്ളതാണ്. മാത്രമല്ല നമുക്കറിയാം ഈ തിരുച്ചി എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും അത് രാജരാജ ചോഴന്റെയും മറ്റുമൊക്കെ ആ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നുള്ളതാണ്. ഈ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ ഇന്ന് കടന്നു ചെന്നപ്പോഴൊക്കെ അവിടുത്തെ കൽവെട്ടുകളിലൊക്കെ എഴുതിയിരിക്കുന്നത് രാജരാജ ചോഴൻ കുന്തവിക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ സഹോദരിയായ കുന്തവിക്ക് വേണ്ടി പണിതീർത്തതാണ് ഈ ക്ഷേത്രം എന്നുള്ളതാണ് അവിടുത്തെ കൽവെട്ടുകളിലൊക്കെ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ആ ഒരു ക്ഷേത്രം 300 വർഷം മുൻപ് ഉള്ള ഇത്തരത്തിലുള്ള ഒരു മുഗൾ ചക്രവർത്തിയുടേതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലാണ് എന്നുള്ളതാണ് വഖഫ് ബോർഡ് പറയുന്നത്. അതായത് തിരുച്ചിറപ്പള്ളി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന നവാബ് അൻവറുദ്ദീൻ 300 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമം മുഴുവൻ ഈ മുസ്ലിം മതനിയമപ്രകാരം ദാനം ചെയ്തതാണ് എന്നുള്ളതാണ്. സ്വതന്ത്രാനന്തരം ഇത് തങ്ങളുടേതാണ് എന്നുള്ളതാണ് വഖഫ് ബോർഡ് ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത ഒരു ദുരിതമാണ് ഇപ്പോൾ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇന്നിവിടെ. പ്രദേശത്തെ ഭൂമിയുടെ വില കുത്തനെ ഇടിഞ്ഞുവെന്നും ബാങ്കുകൾ വായ്പ കൊടുക്കുന്നില്ലെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. അതായത് സമാനതകളില്ലാത്ത വലിയൊരു പ്രതിസന്ധി നടുവിലാണ് അവർ. അതായത് സ്വന്തം ഭൂമിയിൽ ഉടമസ്ഥാവകാശം തെളിയിക്കേണ്ട ഗതികേടിനെ കുറിച്ച് അവർ എന്താണ് പറയുന്നത്? കൃഷ്ണരാജ്, അവർ പ്രധാനമായും പറയുന്നത് ഇത്തരം ഒരു സംഭവം ഈ 2022 ഇങ്ങനെ ഒരു വിവാദം ഉയർന്നതോടുകൂടെ തന്നെ ഇവിടുത്തെ ഭൂമിക്ക് മുൻപ് 1 ഏക്കറിന് 3 കോടി രൂപ വരെ ഇവർക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അത് കുത്തനെ ഇടിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ 30ഉം 20 ലക്ഷം രൂപ മാത്രമാണ് 1 ഏക്കറിന് ഇവിടെ ഭൂമിക്ക് ലഭിക്കുന്ന വില എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറയുന്നത്. മാത്രമല്ല ഏതെങ്കിലും ആളുകൾ അവരുടെ മക്കളുടെ വിവാഹ ആവശ്യമോ മറ്റോ ഒക്കെ ബാങ്കുകളെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബാങ്കിൽ നിന്നും കൃത്യമായി ലോൺ ലഭിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇത് നിങ്ങളുടെ ഭൂമിയല്ലല്ലോ, ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയല്ലേ, പിന്നെ എങ്ങനെ ഞങ്ങൾ ലോണ് തരുമെന്ന് ബാങ്കുകാർ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മാത്രമല്ല ഇവർ പറയുന്ന മറ്റൊരു കാര്യം, ഇത് തങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഇവിടെയുള്ള മുസ്ലിം ജനസമൂഹത്തെ ഉൾപ്പെടെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. കാരണം ഇവിടെ ഏറ്റവും അധികം ഒരു 95% ഹിന്ദുക്കളാണ്, പക്ഷേ ഒരു 5% മുസ്ലിംസും ഉണ്ട്. അവരുടെ ഭൂമി ഉൾപ്പെടെ ഇത്തരത്തിൽ വഖഫിന്റേതാണ്, വഖഫ് ബോർഡിന്റേതാണ് എന്നുള്ളൊരു അറിയിപ്പാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇവർ ഇതിനെതിരെ വലിയ നിയമ പോരാട്ടം കഴിഞ്ഞ 2 വർഷ കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടങ്ങളൊക്കെ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വഖഫ് ബോർഡിന്റെ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതുമായി മറ്റു നടപടികളുമായി കടന്നു ചെല്ലുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു പ്രദേശവാസിയായ വ്യക്തി ഭാസ്കരൻ, അദ്ദേഹം കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എത്തരത്തിലുള്ള ദുരിതമാണ് ഇവർ അനുഭവിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. இப்போ எந்த மாதிரி நீங்க ஒரு கஷ்டம் அனுபவிச்சுட்டு இருக்கீங்க?
நாங்கள் வந்து ஒரு இடத்த வந்து நாங்கள் வந்து விற்க போகிறோம் அப்படின்னாவே அது வந்து வக்ஃப் போர்டுக்கு சொந்தம் அப்படின்றாங்க. அதை வந்து பத்திரம் பதிவு பண்ண மாட்டேன்றாங்க. அவங்க என்ன சொல்கிறாங்க, வக்ஃப் போர்டோட ட்ரிபியூனலில் போயிட்டு நீங்கள் வந்து பர்மிஷன் வாங்கிட்டு வாங்கன்றாங்க. அவங்களே தான் முஸ்லீமோட இப்போ அபுபக்கர் அங்கே இருக்காருன்னா அவரோட மச்சினம் தான் அவர் அங்கே இருப்பார். அவர் எப்படி எங்களுக்கு பர்மிஷன் கொடுப்பாரு? எங்களோட சொத்து, எங்கள் பாட்டன் தலைமுறையிலேருந்து வந்த சொத்து. அந்த சொத்தை நாங்கள் விற்கிறதுக்கு நாங்கள் ஏன் அவங்ககிட்ட போய் பர்மிஷன் வாங்கணும்? ராஜராஜ சோழன் காலத்தில் கட்டின கோயில் அது, 2000 வருஷத்து கோயில். நாங்கள் படித்த ஸ்கூலு அங்கே, அந்த கோயில் உள்ளதான் அப்பெல்லாம் ஸ்கூல் இருந்தது. அந்த ஸ்கூலில் தான் நாங்கள் படித்தோம். அப்போ எங்கள் பிள்ளைங்களுக்கு ஒரு கல்யாணம் காட்சி பண்ணணும் கொள்ளணும் அப்படின்னாக்க எங்களோட சொத்தை நாங்கள் விற்று தான் ஆகணும். விற்கக்கூடாது அப்படின்னும் போது அது என்ன வகையான சட்டம்? அது வக்ஃப் போர்டு சட்டம். 1954 இவங்க காங்கிரஸ் கவர்மெண்ட் இவங்களோட தேவைக்காக இவங்க ஏற்படுத்திக்கிட்டது. முஸ்லீம் சிறுபான்மையினர் அவங்கள நல்ல விதமாக கொண்டு வரணும் அப்படின்றதுக்காக இவங்களா ஏற்படுத்திக்கிட்டாங்க. அதே வழியா வந்து இவங்களே இம்ப்ளிமெண்ட் பண்ணிக்கிட்டே வராங்க. அப்ப எங்களோட இந்துக்களோட நிலைமை என்ன வருது? எங்களோட சொத்தை நாங்கள் இழந்துட்டு நாங்கள் அனாதையா இருக்கோம். இதுக்கு ஒரு முடிவு வேணும்னா சென்ட்ரல் கவர்மெண்ட்ல வந்து சென்ட்ரல் மினிஸ்டர் வந்து கிரண் ராஜீவ் வந்து ஒரு பில் பாஸ் பண்ணியிருக்காங்க. இந்த பில்லு வந்து நல்ல ஒரு பில்லு. இதை வச்சு பார்த்தீங்கன்னாக்கா எல்லா மக்களுக்கும் சமமான ஒரு இதாக வரும், யாருக்கும் கெடுதல் இருக்காது. அதை இவங்க வந்து அரசியலுக்கு பயன்படுத்திக்கிட்டு இது வந்து வக்ஃப் போர்டை வந்து இது பண்றாங்க, சட்டம் திருத்தம் கொண்டு வராங்க அப்படின்னு சொல்லி முஸ்லீம் இந்துக்களுக்கு உள்ள ஒரு பிரிவினையை உருவாக்குறாங்க அரசியல் கட்சி. இதாங்க. நீங்க இந்த பாட்டன் முப்பாட்டன் காலத்துல இருந்தே இருக்கிற ஆளுங்க தான்? ஆமாங்க, எங்க பாட்டன் முப்பாட்டன் காலத்துல இருந்து இதே வீட்டில் தாங்க இருக்கோம். நான் படித்ததெல்லாம் இந்த ஸ்கூல் தான். எனக்கு வயசு 70 வயசு ஆயிடுச்சு எனக்கு. நாங்கள் இங்கே தான் படித்தேன். அந்த கோயில் உள்ள தான் அப்பெல்லாம் ஸ்கூலே இருந்தது. இப்போதான் வந்து ஸ்கூல் வந்து தனியாக கட்டியிருக்காங்க. எத்தனை இடம், எத்தனை கோயில் இந்த 3 பஞ்சாயத்துல இருக்குது? அந்த மாதிரி எவ்வளவு ஏரியா இருக்குது இதுல? அதாவது 2 காவேரி கரை ஓரத்துலையும் 1008 சிவன் கோயில் இருக்கு. விஷ்ணு கோயில் தான் கம்மி. ஆனா இங்க இருக்கிறது பாத்தீங்கன்னாக்க இந்த பஞ்சாயத்து உள்ள 3 பெரிய கோயில்கள் இருக்கு. சந்திரசேகர சுவாமி கோயில், படதித்தநாத சுவாமி கோயில், காசி விஸ்வநாதர் கோயில்னு சொல்லி பெரியகருப்பூர்ல ஒரு கோயில் இருக்கு. இது மாதிரி பக்கத்திலேயே இருக்கு கோயில். இதெல்லாம் வந்து பழமையான கோயில். அந்த பழமையை மறைச்சிட்டு இவங்க வக்ஃப் போர்டுக்கு சொந்தம்னாக்கா எப்படி சொல்ல முடியும்? இப்போ உங்களுக்கு லோன் அந்த மாதிரி பேங்க்ல எல்லாம் போகும்போது லோன் எதுவும் கிடைக்காம மாதிரி இருக்க அந்த மாதிரி சூழ்நிலை இருக்குதா? ஆமா, நிச்சயமா லோன் கொடுக்க மாட்டேன்றாங்க. ஏன்னா இது வக்ஃப் போர்டுக்கு சொந்தமான கோயில், அங்கேருந்து என்ஓசி வாங்கிட்டு வாங்க அப்படின்றாங்க. எப்படி என்ஓசி கொடுப்பாங்க அவங்க? அவங்க வந்து ட்ரிபியூனல்ல போய் வாங்கிட்டு வாங்கன்றாங்க. வக்ஃப் போர்டுக்கு அப்ளை பண்ணோம்னா வக்ஃப் போர்டு வந்து ட்ரிபியூனல்ல போயிட்டு நீங்க வாங்கிட்டு வாங்கன்றாங்க. ட்ரிபியூனல் எப்படி கொடுக்கும்? எல்லாம் அவங்க ஜமாத்து ஒரே ஆளுங்க இருக்காங்க. அவங்க எப்படி எங்க இந்துக்களுக்கு ஹெல்ப் பண்ணுவாங்க? ஹெல்ப் பண்றதுக்கு வழி கிடையாது. அதனால இந்துக்கள் நாங்க ரொம்ப நலிவடைஞ்சு போய் ரொம்ப கஷ்டத்துல இருக்கோம். இந்த பகுதியில முஸ்லீம் கூட இருக்குது, அவங்க ப்ராப்பர்ட்டி கூட வக்ஃப் போர்டு அவங்களோடதுன்னு சொல்றது கேட்டேன். முஸ்லீம் இடம் இருக்கிற மாதிரி தெரியலங்க. அவங்க முஸ்லீம் எல்லாம் இங்க மைனாரிட்டி கொஞ்சம் கம்மியா தான் இருக்காங்க. இந்துக்கள் தான் பெரும்பான்மை. எல்லாம் வந்து விவசாயிகள் தான் ஜாஸ்தி. விவசாயிகள்னாக்க இப்ப நான் இருக்கிறேன், எங்க தாத்தா இருக்காரு, அவர் வந்து நிலம் உழுதுருப்பாரு, அடுத்தது எங்க அப்பா, இப்படி பரம்பரையா நாங்க வந்து எல்லாமே விவசாயிகள் தான் இங்க ஜாஸ்தி. ஏதோ ஒரு சிலர் தான் படிச்சுட்டு இப்பதான் நாங்க வந்து படிச்சுட்டு